ഇത് ആരതി. പ്രതിസന്ധികളെ അതിജീവിച്ച് 10ാം ക്ലാസ്സിൽ ഫുൾ A+ സ്വന്തമാക്കിയ കൊച്ചുമിടുക്കി. ഞങ്ങൾ കുഞ്ഞായിരുന്നപ്പോൾ തൊട്ട് തന്നെ അച്ഛയ്ക്ക് മേലായിരുന്നു. അനിയത്തിനെ 2 മാസം അമ്മ പ്രഗ്നൻ്റ് ആയിരുന്നപ്പോഴായിരുന്നു അച്ഛ ഇങ്ങനെ ഇരിപ്പായത്. അച്ഛയ്ക്ക് 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പം അവരുടെ വീടിൻ്റെ വാതിക്കലുള്ള മാവിന്ന് താഴോട്ട് വീണായിരുന്നു. അന്ന് പക്ഷേ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ വളരും തോറും കാല് പേച്ചി പോയി തുടങ്ങിയായിരുന്നു. പിന്നെ 37 വയസ്സായപ്പോഴത്തേക്കും ആശുപത്രി കൊണ്ടുപോയി കാണിച്ച്. അപ്പം രോഗമാണെന്നൊന്നും പറഞ്ഞില്ലായിരുന്നു. പിന്നെയാണ് അറിഞ്ഞത് ഈ തലച്ചോറിൻ്റെ ബാലൻസ് ചെന്ന് ചുരുങ്ങിയതാണ്. അന്ന് ആശുപത്രി കൊണ്ട് കാണിച്ച് ഒരു ഓപ്പറേഷൻ നടത്തി. അന്ന് കാലിൻ്റെ തുടയിലെ ഞരമ്പെടുത്ത് തലച്ചോറിൽ വെച്ച്. ഇപ്പം അതുകൊണ്ടാണ് അന്ന് ഉമ്മിനീര് പോലും ഇറക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഇപ്പം സംസാരിക്കും, ഉമ്മിനീര് ഇറക്കും, കഴിക്കാനൊക്കെ പറ്റും. ഇപ്പം തിമിരമുണ്ട് 2 കണ്ണിനും, കാഴ്ചയില്ല. മകൾക്ക് ഇപ്പോൾ ഫുൾ A+ കിട്ടിയപ്പോൾ എന്താ തോന്നുന്നത്? അതിയായ സന്തോഷം എനിക്കുണ്ട്. അവരെ കൊച്ചിലെ ഞാൻ ഭാര്യ പണിക്ക് വീട്ടുപണിക്കൊക്കെ പോകുമായിരുന്നു. അത് കഴിഞ്ഞാൽ എല്ലോട്ടേക്ക് ഭാര്യ പോകാൻ നമ്മളിവിടെ ഇരിക്കുക, എല്ലോട്ടേക്ക് പോകുന്നില്ല. എന്നാൽ ഞാൻ ഇവരെ പിള്ളേരെ ഒരുക്കി അവൾ കുളിപ്പിച്ചു പോകും. ഞാൻ എന്നെ ഒരുക്കി കണക്കെഴുതി ഉടുപ്പൊക്കെ കഴിക്കുക സ്കൂളിൽ വിടുക. ഞാൻ ഓരോ വീട്ടിൽ വീട്ടിലെ പണിയെല്ലാം ചെയ്യും. അവർ വന്ന് കഴിയുമ്പോൾ അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ശ്രദ്ധിച്ച് പഠിച്ചോണം, വീട്ടിൽ വന്ന് ഹോംവർക്കുകൾ ചെയ്തോണം, എൻ്റെ പൈസ നല്ല ട്യൂഷൻ പഠിപ്പിക്കും. പിന്നെ അവരോട് കേട്ട് സ്കൂളിൽ പഠിച്ച് ശ്രദ്ധിച്ച് വേണ്ടിയ സ്കൂളിൽ വെച്ച് തന്നെ ഹോംവർക്കുകളൊക്കെ കുറേയൊക്കെ ചെയ്യും. ബാക്കിയുള്ളതൊക്കെ വീട്ടിൽ വന്ന് ചെയ്യും, വീട്ടിലെ പണിയും ചെയ്യും, പഠിക്കുകയും ചെയ്യും. എന്നിട്ട് അവർ ഇപ്പോൾ ഫുൾ A+ നേടി സന്തോഷം. ഇളയാള് 9-10 195 അവർക്ക് മാർക്കുണ്ട്. ഇവർക്ക് 8 ഉണ്ടായിരുന്നു. അവളെ അടുത്ത ഫുൾ A+ അവൾ നേടും. നീ +1 ഫുൾ A+ നേടും ഉറപ്പാണ്. എന്തായി കാണണം അച്ഛനെന്ന? എൻ്റെ ആഗ്രഹം കളക്ടർ ആവണം. അപ്പം അവക്ക് ഡോക്ടറിനെ പഠിച്ച് അവക്ക് പട്ടിയുണ്ട്, പൂച്ച, ആടുമൊക്കെ ഇവിടെയുണ്ട്. അവർക്ക് അതിനോട് 2 പേർക്കും ഭാര്യ. അപ്പം അതേ വളർത്തുന്ന നമുക്ക് പഠിച്ചിട്ട് മൃഗ ഡോക്ടർ ആകണം. കളക്ടർ ആയില്ല, മൃഗ ഡോക്ടർ ആകണം. 2ഉം അവർക്ക് നേടിയിട്ടുണ്ട്. ഞങ്ങളുടെ വീട് കഴിയുന്നത് അമ്മയപ്പം ലോട്ടറി വെച്ചാണ്. അപ്പയുടെ കൂടെ ഞങ്ങൾ 2 പേരും ലോട്ടറി വയ്ക്കാൻ വേണ്ടി അവധി ദിവസങ്ങളിൽ പോകും. സ്കൂളുള്ള ദിവസങ്ങളിൽ ഞങ്ങൾ അനിയത്തി കൊണ്ടാക്കും, വൈകുന്നേരം ഞാൻ വീട്ടിലോട്ട് കൊണ്ടുവരും. അവധി ദിവസങ്ങളിൽ ഞങ്ങൾ 2 പേരും മാറിയാണ് പോകുന്നത്. SLC നടന്നപ്പോഴും ഞാൻ രാവിലെ എക്സാം ഉള്ളപ്പം ഇവള് കൊണ്ടാക്കും. തിരിച്ച് വരുമ്പം എനിക്ക് 11:30 വരെ എക്സാം കാണത്തുള്ളൂ. തിരിച്ചിവിടെ വന്ന് ബാക്കി ലോട്ടറി വിട്ടിട്ട് ഞാൻ അപ്പേനെ കൊണ്ട് വീട്ടിലോട്ട് വരും. ജീവിതത്തിലെ കഷ്ടപ്പാടുകളും പ്രതിസന്ധികളും തരണം ചെയ്ത് ഇന്നവൾ ഈ കുടുംബത്തിന്റെ അഭിമാനമായി മാറി. അരയ്ക്ക് കീഴ്പോട്ട് തളർന്നു പോയ അച്ഛന് ആരതിയും ആവണിയും തുണയായി എപ്പോഴും ഉണ്ടായിരുന്നു. ഒഴിവു സമയങ്ങളിൽ അച്ഛനോടൊപ്പം ലോട്ടറി വിറ്റും വീട്ടുജോലികൾ ചെയ്തും അവൾ ഇന്ന് നേടിയെടുത്തത് ഫുൾ A+ ആണ്. ഇതാണ് എൻ്റെ സ്കൂള്. എൻ്റെ സ്കൂളിൻ്റെ പേര് CMSHS ഒളശാം. ഞാൻ ഇവിടെ 5ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെ ഇവിടെ പഠിച്ചു. ഇവിടെ നിന്നാണ് എനിക്ക് SLC കിട്ടിയത്. അതിന് മെയിൻ കാരണം തന്നെ ഇവിടുത്തെ ടീച്ചേഴ്സാണ്. ടീച്ചേഴ്സിനുപരി ഇവർ നല്ല കൂട്ടുകാരാണ്, നല്ല ഫ്രണ്ട്ലി ആയിട്ട്, ഒരിക്കലും ഒരു സ്ട്രിക്റ്റ് ആയിട്ട് പോയിട്ടില്ല. എല്ലാവരും നല്ല ഫ്രണ്ട്ലി ആയിട്ട് തന്നെയാണ് പോയത്. ഇവിടുത്തെ HMൻ്റെ പേര് ബീന ടീച്ചർ എന്നായിരുന്നു. വളരെ സന്തോഷം. ആരതിക്ക് ഫുൾ A+ കിട്ടും എന്നുള്ളത് നമുക്കറിയാവുന്നൊരു കാര്യമായിരുന്നു. കാരണം അവൾ 5ാം ക്ലാസ്സിൽ ഇവിടെ ഈ സ്കൂളിൽ വന്ന് ചേരുന്ന സമയത്ത് തന്നെ എല്ലാ രംഗങ്ങളിലും അവളുടെ കഴിവ് പ്രദർശിപ്പിച്ചിട്ടുള്ള എല്ലാ കാര്യം, സ്കൂളിലെ പഠന കാര്യങ്ങളിലാണെങ്കിൽ അവളെ ഏൽപ്പിച്ചിരിക്കുന്ന എല്ലാ ജോലികളും അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന വർക്കൊക്കെ കൃത്യമായിട്ട് ചെയ്ത് തീർത്തുകൊണ്ട് വരും. ക്ലാസ്സിലാണെങ്കിലും വളരെ അറ്റൻറ്റീവായിട്ടുള്ളൊരു കുട്ടിയായിരുന്നു നമ്മുടെ ആരതി. അതോടൊപ്പം തന്നെ സ്കൂളിലെ എല്ലാ മത്സര ഇനങ്ങളിലും എല്ലാത്തിലും പാട്ടാണെങ്കിലും പാട്ടിനും ഡാൻസിനും എല്ലാ കാര്യങ്ങൾക്കും സജീവമായിട്ട് പങ്കെടുക്കുമായിരുന്നു. നല്ല മിടുക്കിയാണ്. ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു അവൾക്ക് കിട്ടുന്നത്. അപ്പം അവളുടെ സാഹചര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. അവൾ വീട്ടിലെ ജോലികളൊക്കെ തീർത്ത്, അതുപോലെ തന്നെ അച്ഛനെ അദ്ദേഹം ചെയ്യുന്ന തൊഴിൽ സ്ഥലത്ത് കൊണ്ടാക്കി ാണ് സ്കൂളിലേക്ക് വരുന്നത്. തിരിച്ച് ഇവിടെ വന്ന് പഠനകാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് ഏർപ്പെട്ട് തിരിച്ച് അച്ഛൻ വൈകുന്നേരവും വീണ്ടും അതേ സ്ഥലത്ത്
കൊണ്ടിരുത്തിയും അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ജോലി കാര്യങ്ങളിലൊക്കെ അവിടെ നല്ല സപ്പോർട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെയാണ് ഇത്രയും നല്ല അച്ചീവ്മെൻ്റ് ഒക്കെ നേടാനായിട്ട് സാധിച്ചത്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാമല്ലോ ആരതി എത്ര മിടുക്കിയായിരുന്നു എന്നുള്ളത്. ദൈവം അവളെ കൂടുതലായിട്ട് അനുഗ്രഹിക്കട്ടെ. അവളുടെ അനിയത്തിയും ഇതേ സ്കൂളിൽ തന്നെ പഠിക്കുന്നുണ്ട്. ഞങ്ങളുടെ അടുത്ത ഒരു പ്രതീക്ഷ തന്നെയാണ് അനിയത്തി. ഞാൻ ഇവിടെ വന്നിട്ട് 3 പേര് ട്രാൻസ്ഫർ ആയിപ്പോയി. ആദ്യം ബിനു സാറായിരുന്നു, അത് കഴിഞ്ഞ് പിന്നെയും ബീന ടീച്ചർ. ഇപ്പോഴത്തെ ടീച്ചറിൻ്റെ പേരും ബീന ടീച്ചർ എന്നാണ്. ഞങ്ങൾ 10 പഠിച്ചപ്പോൾ ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ ബിജു സാറായിരുന്നു. സാറും ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഇവിടുന്ന് വൈകുന്നേരം അപ്പയുടെ അടുത്തോട്ട് പോകാനാണെങ്കിലും സാറ് ഇടയ്ക്ക് സ്കൂട്ടറിലൊക്കെ കൊണ്ട് അവിടെ ആക്കുമായിരുന്നു. അപ്പോൾ എല്ലാവരും എല്ലാ കാര്യത്തിനും ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഇടയ്ക്ക് വീട്ടിൽ വന്ന് കാണുകയും അപ്പയോട് സംസാരിക്കുകയും വീട്ടിലെ സാഹചര്യം അനുസരിച്ചൊക്കെ ആയിരുന്നു. എനിക്കിവിടെ 5 തൊട്ട് 10 വരെ ഫ്രീ ആയിട്ട് തന്നെയായിരുന്നു എല്ലാം ചെയ്തു തന്നിരുന്നത്. ഇപ്പം എൻ്റെ അനിയത്തി ഇവിടെ 9ാം ക്ലാസ്സിൽ നിന്ന് 10ാം ക്ലാസ്സിലോട്ട് ജയിച്ച് ഇവിടെ കലാപരമായിട്ട് എല്ലാ കാര്യത്തിനും മാറ്റി നിർത്താതെ കൂടെ തന്നെ കൂട്ടിയായിരുന്നു. ഞാൻ ഇല്ലെന്ന് പറഞ്ഞാലും അവർ സപ്പോർട്ട് ചെയ്തതിനെ കയറ്റുമായിരുന്നു. എല്ലാവർക്കും നന്ദി. എൻ്റെ പേര് ആവണി, ഞാൻ 10ലോട്ട് പഠിക്കുന്നു. അപ്പൊ അടുത്ത വർഷത്തെ ചേച്ചിയെ പോലെ തന്നെ ഫുൾ എ പ്ലസ് കാരിയാണ്. തീർച്ചയായിട്ടും ആണ്, അത്ര കോൺഫിഡൻസ് ആണ് നന്നായിട്ട് പഠിക്കുക. ചേച്ചിയുടെ വിജയത്തിൽ എന്താ ഇപ്പൊ അനിയത്തിക്ക് തോന്നുന്നത്? എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ചേച്ചി പരീക്ഷ എഴുതിയപ്പോ തൊട്ട് അമ്പലത്തിൽ ഇന്നും പ്രാർത്ഥിക്കാറുണ്ട്. കൂടെ പോകാറുണ്ടോ പ്രാർത്ഥിക്കാൻ? ഞങ്ങള് ഇപ്പൊ ചേച്ചി നേർന്നിട്ടുണ്ടായിരുന്നു ഒരു മാസം അമ്പലത്തിൽ പോകുന്നു. ഇപ്പൊ ഇന്ന് വൈകുന്നേരം പോകുന്നു. ചേച്ചി എന്തായി കാണാൻ അനിയത്തിക്ക് ആഗ്രഹം? എനിക്കും ചേച്ചിയുടെ ആഗ്രഹം തന്നെയാണ് അതുപോലെ തന്നെ ആക്കാൻ ഇഷ്ടം. ചേച്ചിയുടെ ഇഷ്ടം എന്താണ്? അതുപോലെ തന്നെ അനിയത്തിക്ക് എന്താ ആഗ്രഹം? എനിക്ക് ഒരു ഡോക്ടർ ആവണമെന്നുണ്ട്. അച്ഛനെ പോലുള്ളവരെ ഫ്രീ ആയിട്ട് ചികിത്സിക്കണം. അച്ഛനെ പോലുള്ള കഷ്ടപ്പെടുന്നവർക്ക് ഒരു നല്ല തുണയായിട്ട് മാറണം. അത് നല്ല മോളുടെ ഒരു ഇതല്ലേ? എന്താണെങ്കിലും 9ൽ എത്ര ശതമാനം മാർക്ക് ഉണ്ടായിരുന്നു? അത് റിസൾട്ട് സ്കൂളിൽ വന്നേക്കുന്നത്. മാർക്ക് ലിസ്റ്റ് സ്കൂൾ കാണിക്കത്തില്ല. ഏതാ ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്ട്? എനിക്ക് ഇപ്പം മാത്സാണ് ഇഷ്ടം. അപ്പൊ നല്ലൊരു പഠിത്തമുള്ള കുട്ടിയാണ്, ബുദ്ധിജീവിയാണെന്ന് പറയാം അല്ലേ? കളിയാക്കാറുണ്ടോ കൂട്ടുകാരങ്ങൾ? പഠിപ്പിക്കാനൊക്കെ വിളിച്ച് കളിയാക്കാം. ഇതിപ്പം നമ്മുടെ നേരത്തെ അച്ഛൻ പറഞ്ഞു ക്ലാസ് കഴിഞ്ഞിട്ടാണെങ്കിലും അച്ഛൻ്റെ കൂടെ സഹായിക്കാനും അച്ഛനെ തിരിച്ചു കൊണ്ടുവരാനും വീട്ടു ജോലിയൊക്കെ ചെയ്യാനാണെങ്കിലും ഒരുപാട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്? പഠിത്തവും ഈ ജോലിയും എല്ലാം ഇപ്പോൾ എൻ്റെ കഷ്ടപ്പാടായതുകൊണ്ട് അത് മനസ്സിലാക്കി പഠിച്ചല്ലേ പറ്റും. അതുകൊണ്ട് എനിക്ക് അതൊരു കളിയാക്കലായിട്ടൊന്നും എടുക്കാൻ പറ്റും. അങ്ങനെ ആരെങ്കിലും കളിയാക്കാറുണ്ടോ? കളിയാക്കാറൊന്നുമില്ല, കൂട്ടുകാരൊക്കെ സപ്പോർട്ടാണ്. ടീച്ചർമാരാണെങ്കിലും കുട്ടികളുടെ സ്കൂളൊക്കെ ആണെങ്കിലും എല്ലാവർക്കും സപ്പോർട്ടാണ്. ഇപ്പൊ അവധിയുള്ള ദിവസങ്ങളിൽ അച്ഛൻ്റെ കൂടെ ഈ കച്ചവടത്തിന് പോകും. ഓക്കെ, അപ്പം അവിടെയുള്ള ചേട്ടന്മാരെയൊക്കെ പരിചയപ്പെട്ടോ? അവിടെയുള്ള എല്ലാരും ഇപ്പൊ എന്നെ അവിടുത്തെ സ്വന്തം കച്ചവടം. എല്ലാരും നല്ല സ്നേഹമാണ്. ഇപ്പൊ കച്ചവടം ഇപ്പം മോൾക്ക് ഈ കച്ചവടത്തെ പറ്റി ഈ ലോട്ടറിയെ പറ്റിയുള്ള ധാരണ എന്തെങ്കിലും ഉണ്ടോ? ഇപ്പം ഇത് ചെയ്യുമ്പോ അതായത് അച്ഛൻ്റെ കൂടെ സഹായിക്കുന്നതല്ല, ഈ ജോലി ചെയ്യാൻ പോകുന്നുണ്ടല്ലോ, ഈ ഒരു കച്ചവടം ചെയ്യാൻ പോകുമ്പോ അത് ഇഷ്ടപ്പെട്ടോ? പ്രത്യേക സന്തോഷമുണ്ട്. കാരണം എന്റെ കുടുംബത്തിന്റെ ഈ പ്രായത്തിൽ തന്നെ കഷ്ടപ്പെടാൻ പറ്റും. ഇന്ന് ഈ 2 പെൺകുട്ടികളും ഈ കുടുംബത്തിനും നാട്ടുകാർക്കും പ്രിയപ്പെട്ടവരാണ്. കാലം അവർക്ക് ഒരുക്കി വെച്ചിരിക്കുന്നത് മനോഹരമായ ഒരു ജീവിതമാണ്. അതിലേക്ക് എത്തിച്ചേരാൻ അവർക്ക് സാധിക്കുക തന്നെ ചെയ്യും. അപ്പം ഈ വർഷത്തെ SSLC റിസൾട്ട് വന്നപ്പോൾ നമ്മളെ എല്ലാവരെയും ഞെട്ടിച്ച, അല്ലെങ്കിൽ നമ്മൾക്ക് എല്ലാവർക്കും ഒരു സന്തോഷം തോന്നിയ റിസൾട്ട് നേടിയെടുത്ത നമ്മുടെ സ്വന്തം ആരതി നമ്മുടെ കൂടെ ഉണ്ട്. അപ്പം ആരതിക്ക് എന്താണ് തോന്നുന്നത് റിസൾട്ടൊക്കെ വന്നപ്പോൾ? എനിക്ക് മാത്സിൽ ഒരു പേടി ഉണ്ടായിരുന്നു. C ഗ്രേഡ് പ്രതീക്ഷിച്ചത്, പക്ഷേ A+ ആയിരുന്നു. അത് ഒന്നുകൂടെ സന്തോഷം. അപ്പോൾ ഏറ്റവും പേടിയുള്ള വിഷയം ഏതാ? കണക്ക്. എനിക്ക് ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ ചെയ്യാനൊക്കെ പറ്റും. പരീക്ഷയാകുമ്പോൾ മൊത്തം പേടിയായിട്ട് മൊത്തം തെറ്റിക്കും. 55-38 ആ ലെവലായിരുന്നു. 80 കിട്ടിക്കൊണ്ടിരുന്നു. റിസൾട്ട് വന്നപ്പോൾ പക്ഷേ അത് മാറി. ഫുൾ A+. അതാ സന്തോഷം. എക്സാം എഴുതിയ സമയത്ത് ഏത് വിഷയമായിരുന്നു ഏറ്റവും പാട്? അപ്പോൾ പാടൊന്നുമില്ലായിരുന്നു. സോഷ്യൽ ഇതുവരെ ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ വന്നായിരുന്നു. മെമ്മോറിയലിൻ്റെ ഒരു കാര്യം ചോദിച്ച്. അപ്പോൾ അത് മാത്രം അത് പഠിച്ചായിരുന്നു, പക്ഷേ ക്ലിയർ ആയിട്ട് അറിയത്തില്ലായിരുന്നു. അത് മൊത്തം വിഷയം. കണക്ക് ഈസി ആയിരുന്നു, പക്ഷെ കിട്ടുമെന്നുണ്ടോ ചെയ്തു വന്നപ്പോൾ. എന്താണെങ്കിലും എല്ലാം കഴിഞ്ഞ് ഇപ്പം റിസൾട്ട് ഒരു ഫുൾ A+ എത്തി നിൽക്കുകയാണ്. അപ്പൊ ഇപ്പൊ ഒരു തോന്നുന്ന ഒരു അഭിമാനം ഉണ്ടല്ലോ, അതെങ്ങനെ ഇപ്പൊ ഒന്ന് പറയാൻ തോന്നുന്നു? അത് അപ്പോൾ ഒക്കെ എനിക്ക് SLC ഇത് എഴുതി പരീക്ഷ എഴുതിക്കൊണ്ടിരുന്നപ്പോൾ തന്നെ എല്ലാവരും പറയും ഫുൾ A+ ആണ്, ഫ്ലെക്സ് അടിക്കുന്നവരൊക്കെ പറയും. അപ്പം എനിക്ക് ഇനിയിപ്പോൾ A+ കിട്ടിയില്ലെങ്കിൽ പിന്നെ നോക്കണ്ടവരൊക്കെ, ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു.
ഇത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവരും ഫോൺ ചെയ്യുകയും നാട്ടുകാരൊക്കെ വീട്ടിൽ വരികയൊക്കെ ചെയ്ത്. അപ്പോൾ എന്തോ ഭയങ്കര പ്രൗഡ്. എന്താണ് ഇപ്പോൾ അച്ഛനും അമ്മയ്ക്കൊക്കെ അവർക്ക് ഫുൾ എ പ്ലസ് ഒക്കെ കിട്ടിയെന്ന് അവരറിഞ്ഞപ്പോൾ അവരുടെയൊക്കെ ഒരു സന്തോഷം എന്തായിരുന്നു? അപ്പം ആദ്യം വിശ്വസിച്ചില്ലായിരുന്നു. ഞാനിങ്ങനെ എൻ്റെ കൈ തട്ടിയിട്ട് അവരെ സബ്മിറ്റ് ചെയ്തായിരുന്നു ഇത് റിസൾട്ട് നോക്കുന്നത്. അപ്പം ഫുൾ എ പ്ലസ് കണ്ടപ്പോൾ ഞാൻ കരഞ്ഞു പോയി. അപ്പോൾ അപ്പയുടെ അടുത്ത് നിന്ന് കരഞ്ഞപ്പോഴത്തേക്കും അപ്പം വിചാരിച്ച എ പ്ലസ് കിട്ടാത്തതിനാണ് കരഞ്ഞതെന്ന് വെച്ചാൽ. അപ്പം ഇങ്ങനെ എന്നോട് പറഞ്ഞു കരയണ്ട, നീ ജയിച്ചല്ലോ അത് മതി അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. കഴിഞ്ഞപ്പോൾ അനിയത്തി പറഞ്ഞപ്പോഴത്തേക്കാണ് എ പ്ലസ് ആണെന്ന് പറഞ്ഞാൽ അമ്മയും കരഞ്ഞ് ഇവളും കരഞ്ഞ്. അപ്പം വിശ്വസിച്ചല്ലായിരുന്നു ആദ്യം. പിന്നെ ഇനി എന്താണ് ഇനി ഫ്യൂച്ചറിൽ ഉള്ള പ്ലാനൊക്കെ? എങ്ങനെ പോകണം, എവിടെ പോകണം, അതൊക്കെ ആലോചിച്ചിട്ടുണ്ടോ? എനിക്ക് MTയിൽ പോകണമെന്ന് ഇതുണ്ട്, കൂട്ടുകാരൊക്കെ അറിയാം. വേറെ ഇടത്ത് നിന്ന് കമ്പനി പെട്ടെന്ന് കിട്ടത്തില്ല. ഇപ്പോൾ ഈ ഒരു ജീവിതത്തിന്റെ ഒരു സാഹചര്യമൊക്കെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അതായത് അച്ഛൻ്റെ കൂടെ കച്ചവടത്തിന് പോകുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തപ്പോഴും സപ്പോർട്ട് ചെയ്യാൻ കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു. അവർക്കൊക്കെ എല്ലാ കാര്യം അറിയാം, അങ്ങനെ മാറ്റി നിർത്തത്തൊന്നുമില്ല, എല്ലാവരും കൂടെ ഉണ്ടാവും. ടീച്ചർമാരാണെങ്കിൽ അതിനനുസരിച്ച് പഠിപ്പിക്കുന്നു എല്ലാം ഉണ്ടാവും. അവര് ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വിളിച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കുകയും ഇതിന് ഇപ്പം എന്തെങ്കിലും കുഴപ്പമുണ്ടോ, അല്ലെ HM ആണെങ്കിലും ട്യൂഷന് പോകുന്നുണ്ട്. ഞാൻ ഇങ്ങനെ ആദ്യം ഒരിടയ്ക്ക് ട്യൂഷന് പോകാൻ വേണ്ടി തീരുമാനിച്ചായിരുന്നു. അപ്പോൾ ടീച്ചർ പറഞ്ഞ് ട്യൂഷന് പോകേണ്ട കാര്യമുണ്ട്, ഇവിടെ പഠിപ്പിക്കുന്നുണ്ടല്ലോ എന്ന്. അപ്പം പിന്നെയും എനിക്ക് ഈ മാത്സ് കുറച്ച് പ്രശ്നമായിരുന്നു. അപ്പം സാറ് സ്പെഷ്യൽ ക്ലാസ്സൊക്കെ യൂട്യൂബിൻ്റെ ഓൺലൈനൊക്കെ അയച്ചു തന്ന് അങ്ങനെയൊക്കെ പഠിച്ചു. പിന്നെ ഇപ്പൊ അച്ഛന്റെ അസുഖം അല്ലെങ്കിൽ അച്ഛന്റെ ഒരു കഷ്ടപ്പാടൊക്കെ കണ്ട് അച്ഛന് വേണ്ടി ഇനി എന്തെങ്കിലും അധികം ചെയ്യണം എന്ന് തോന്നിയിട്ടുണ്ടോ? അച്ഛന് എന്തെങ്കിലും സഹായമൊക്കെ? അപ്പയുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ IAS എടുക്കാന്നുള്ളതാ. അപ്പം അത് അച്ചീവ് ചെയ്ത് കൊടുക്കും. അല്ല, അച്ഛൻ ഇപ്പം ഒരു വണ്ടിയാണെങ്കിലും എല്ലാം ഓക്കെ അല്ലേ? എന്തെങ്കിലും അച്ഛനായിട്ട് ബുദ്ധിമുട്ടുണ്ടോ? അച്ഛൻ എന്തെങ്കിലും ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് ആവശ്യമുണ്ടോ? തിമിരം ഒന്ന് മാറി കിട്ടി കഴിഞ്ഞാൽ പിന്നെ അപ്പയ്ക്ക് അങ്ങനെ കുഴപ്പമില്ല. അപ്പം അതിൻ്റെ ഇത് ഞങ്ങൾ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി ഡോക്ടറെ കണ്ടപ്പോൾ പറഞ്ഞ് തല സർജറി ചെയ്ത സർജൻ്റെ ഇത് വേണമെന്ന്, സർട്ടിഫിക്കറ്റ് വേണമെന്ന്. അപ്പം ആളിപ്പോൾ ഇല്ല, അതുകൊണ്ട് സർട്ടിഫിക്കറ്റ് കിട്ടാത്തതുകൊണ്ട് സർജറി ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അതെങ്ങനെയാണ് ചെയ്യുന്നത്? എന്താണെങ്കിലും നമ്മൾക്ക് എല്ലാ ആഗ്രഹവും ഒരുപോലെ സാധിക്കട്ടെ. ഇനി ഭാവിയിൽ വലിയൊരു കളക്ടറും അതുപോലെ തന്നെ ഒരു വെറ്റിനറി ഡോക്ടറായിട്ട് ഇനി നമ്മൾ കാണുന്നതായിരിക്കും. ഓൾ ദി ബെസ്റ്റ്. എനിക്ക് അധികം സന്തോഷമുണ്ട്. ഇപ്പം ഫുൾ എ പ്ലസ് കിട്ടുമെന്ന് തോന്നിയിട്ടുണ്ടോ? ഉണ്ട്. നന്നായിട്ട് പഠിക്കാറുണ്ട്. പഠിക്കുമായിരുന്നു. പഠിത്തത്തിനപ്പുറം മോൾക്ക് എന്തായിരുന്നു ഇഷ്ടമൊക്കെ? കളക്ടറാണ്. അല്ല, ഈ പഠിത്തം മാത്രമുള്ള കല, കായികം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാറുണ്ടായിരുന്നു? ഡാൻസ് കളിക്കാറുണ്ട്. ഡാൻസിന് പ്രൈസ് ഒക്കെ കിട്ടും? ഉണ്ട്. പ്രസംഗമുണ്ട്. ആന്റിക്ക് എന്താണ് മോളാകണം? കളക്ടർ തന്നെ ആകണം? കളക്ടർ ആവണം അല്ലേ?